ഏകദേശം 100 കോടിയിലേറെ ജനങ്ങൾ ഒരുമിച്ച് ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് ടെലിവിഷൻ്റെ മുന്നിലിരുന്നുകൊണ്ട് ഒരു റോക്കറ്റ് വിക്ഷേപണം കണ്ട നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ത്യയുടെ അഭിമാനവും വഹിച്ചുകൊണ്ട് കുതിച്ചുയർന്ന ആ ഒരു റോക്കറ്റിനകത്തിരുന്നത് വെറുമൊരു യന്ത്രമായിരുന്നില്ല. കാളവണ്ടിയിൽ തുടങ്ങിയൊരു വലിയ സ്വപ്നത്തിൻ്റെ ഏറ്റവും വലിയ ചിറക് വയ്ക്കുന്ന നിമിഷമായിരുന്നു അത്. നമ്മുടെ ഭൂമിയുടെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് അമ്പിളിമാമനെ തൊടാൻ വേണ്ടി ഇന്ത്യ യാത്ര തുടങ്ങിയൊരു നിമിഷം. അന്ന് രാജ്യം ഒന്നായി പ്രാർത്ഥിച്ച നിമിഷം. ഇന്ത്യയുടെ തലവര മാറ്റി എഴുതിയ ഒരു യാത്രയുടെ തുടക്കമായിരുന്നു ചാന്ദ്രയാൻ 1 വിജയഗാഥ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇതിൻ്റെ കഥ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്ഥാപനത്തെക്കുറിച്ച് അറിയണം. നമ്മുടെ സ്വന്തം ഇസ്രോ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ലോകത്ത് ബഹിരാകാശ ഗവേഷണം ശീതയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളും തുടങ്ങിയെങ്കിൽ നമ്മൾ അങ്ങനെ ആയിട്ടല്ല ഇസ്രോ സ്ഥാപിച്ചത്. അതിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ വിക്രം സാരാഭായുടെ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന പലതും നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ചന്ദ്രനിലേക്കോ മറ്റു ഗോളങ്ങളിലേക്കോ ഗ്രഹങ്ങളിലോട്ടോ പോയിട്ട് വലിയ രാജ്യങ്ങളുമായിട്ട് മത്സരിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ടെക്നോളജിക്കൽ പവറും ഒന്നും നമുക്കില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിൽ നമ്മൾ ആരുടെയും പിന്നിലാകാൻ പാടില്ല. ഇതായിരുന്നു ISROയുടെ കോർ DNA. കൊടി നാട്ടുന്നതിലല്ല, മറിച്ച് കൊടുങ്കാറ്റ് പ്രവചിക്കാനും കുഗ്രാമങ്ങളിൽ വാർത്താവിനിമയം എത്തിക്കാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനുമൊക്കെ കഴിയുന്ന ഒരു മെത്തേഡായിട്ടാണ് അദ്ദേഹം സാങ്കേതികവിദ്യ, പ്രത്യേകിച്ച് ബഹിരാകാശ സാങ്കേതികവിദ്യയെ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചത്. കയ്യിലുള്ള സൗകര്യങ്ങൾ വെച്ച് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക എന്നൊരു ശീലം, ഇത് തുടക്കം മുതൽക്ക് തന്നെ ISROയുടെ കൂടെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഭൂമിയിലെ കാര്യങ്ങളെയൊക്കെ തന്നെ നോക്കാൻ വേണ്ടി ഒരുപാട് സാറ്റലൈറ്റുകൾ നമ്മൾ ഉണ്ടാക്കി. അവയെ തുരുതുര ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് പല റോക്കറ്റുകളും കഷ്ടപ്പെട്ട് വികസിപ്പിച്ചെടുത്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു PSLV എന്ന് പറയുന്ന റോക്കറ്റ്, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. തുടർച്ചയായിട്ടുള്ള വിജയങ്ങളിലൂടെ PSLV എന്ന് പറയുന്നത് ISROയുടെ ഏറ്റവും വിശ്വസനീയമായൊരു കുതിരയായിട്ട് മാറിയിരുന്നു. അതോടെ തന്നെ ISROയുടെ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ പുതിയൊരു ചിന്ത വന്നു തുടങ്ങി. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭൂമിയുടെ അതിരുകൾ നമ്മൾ ഭേദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നിട്ടുമുണ്ട്, എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണ മണ്ഡലത്തിൻ്റെ അങ്ങേ തലയ്ക്കുള്ള സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയിക്കൂടാ? ചന്ദ്രനിലേക്കൊരു ദൗത്യം, അതായിരുന്നു ആ സമയത്തെ അടുത്ത ലക്ഷ്യം. ശാസ്ത്രീയമായ വളർച്ചയ്ക്ക് സത്യത്തിൽ അത് വളരെ അത്യാവശ്യമായിരുന്നു. പോരാത്തതിന് നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചൈന അവരുടെ ചാന്ദ്ര ദൗത്യങ്ങളുമായിട്ട് അതിവേഗം മുന്നോട്ട് കുതിക്കുന്നു എന്നൊരു ജിയോ പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു സുവർണ അവസരമായിട്ട് അതിനെ എടുക്കാൻ കഴിയുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ചന്ദ്രനിലേക്കുള്ളൊരു ദൗത്യം ഏത് രാജ്യം ചെയ്യുമ്പോഴും കോടിക്കണക്കിന് യുവതലമുറയ്ക്ക് അതൊരു പ്രചോദനമാകുമെന്നുള്ളത് കൊണ്ട് പണം കൊണ്ട് അളക്കാൻ കഴിയാത്ത ഒരു നേട്ടമാണ് അതിലൂടെ സത്യത്തിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ ഈ ഒരു ആശയത്തിന് മുന്നിൽ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: കോടിക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളുള്ളൊരു രാജ്യം ചന്ദ്രനിലേക്ക് പോകാൻ ഇത്രയും കാശ് ചിലവാക്കുന്നത് യുക്തിയാണോ? വളരെ പ്രസക്തമായൊരു ചോദ്യമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ISROയുടെ കയ്യിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. ഒന്നാമതായി ബഡ്ജറ്റ്. ഏകദേശം 386 കോടി രൂപ, അതായത് അന്നത്തെ കണക്കിൽ $80 മില്യൺ. ഇതൊരു വലിയ ഹോളിവുഡ് സിനിമയുടെ ബഡ്ജറ്റിനേക്കാൾ കുറവാണ്. രണ്ടാമതായിട്ട്, ഈ ദൗത്യം വിജയിച്ചാൽ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാൻ പറ്റും. ബഹിരാകാശത്ത് വളരെ ദൂരത്തേക്ക് സിഗ്നലുകൾ അയക്കാനും വഴിതെറ്റാതെ സഞ്ചരിക്കാനും ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് നേടാൻ പറ്റും. ഇത്തരത്തിലുള്ള കഴിവുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് വളരെയധികം മുതൽക്കൂട്ടാണ്. അവസാനമായി, നമ്മുടെ രാജ്യത്തിന് മൊത്തത്തിൽ ഇതൊരു ഉണർവുണ്ടാക്കും. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കും സംവാദങ്ങൾക്ക് ശേഷം 2003 അന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ് ആ സ്വപ്നത്തിന് പച്ചക്കൊടി കാണിച്ചു. ചാന്ദ്രയാൻ 1 എന്ന പേരിൽ ഇന്ത്യയുടെ ചാന്ദ്ര സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് പറന്നുയരാൻ വേണ്ടി ശരവേഗത്തിൽ പൂർത്തിയാകാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സ്വപ്നം ഒരു പേടകത്തിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ടായി. ചാന്ദ്രയാൻ 1 ഒരു ഓർബിറ്ററായിരുന്നു, അതായത് ചന്ദ്രന് ചുറ്റും കറങ്ങി അതിനെ പഠിക്കുക, അല്ലാതെ അവിടെ ചെന്നിറങ്ങുക എന്നുള്ളതായിരുന്നില്ല ലക്ഷ്യം. ഏകദേശം 1380 കിലോഗ്രാം ഭാരമുള്ളൊരു ചെറിയ പെട്ടി, സൗരോർജ്ജത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന, അതിന് സഹായിക്കുന്ന ഒരു പാനൽ, ചന്ദ്രൻ്റെ നിഴലിൽ പെടുമ്പോൾ പ്രവർത്തിക്കാനായി ഒരു ബാറ്ററിയും, വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കാനും ഇവിടെ നിന്ന് നിർദ്ദേശങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കാനുമുള്ള ഒരു വലിയ ആൻറ്റിന. ഇതായിരുന്നു സിംപ്ലി നമ്മൾ ഈ കാണുന്ന ചാന്ദ്രയാൻ 1. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ ഉള്ളിലെ 11 ശാസ്ത്രീയ ഉപകരണങ്ങളിലായിരുന്നു. അതിൽ 5 എണ്ണം ഇന്ത്യ തന്നെ സ്വന്തമായി നിർമ്മിച്ചെടുത്തതായിരുന്നു. ചന്ദ്രൻ്റെ ഒരു 3D മാപ്പ് ഉണ്ടാക്കാനുള്ള ക്യാമറ, അതായത് TMC, ചന്ദ്രനിലെ ധാതുക്കളെക്കുറിച്ച് പഠിക്കാനുള്ള ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ അഥവാ HYSI, അങ്ങനെ പലതും. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു വിരുദ്ധനുണ്ടായിരുന്നു.
MIP അഥവാ മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. അതിൻ്റെ ജോലി ഓർബിറ്റ് ചെയ്യലായിരുന്നില്ല, അതിനൊരു കാമിക്കാസി ദൗത്യമായിരുന്നു. പണ്ടത്തെ ജപ്പാനൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ്. വിമാനത്തിൻ്റെ ഉള്ളിൽ വലിയ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ട് ഒരു പൈലറ്റിനെ ഏൽപ്പിച്ചിട്ട് ആ വിമാനം എവിടെയെങ്കിലും കൊണ്ടിടിച്ച് സൂയിസൈഡ് അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഈ MIP ചെയ്തത് ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് നേരെ ചന്ദ്രനിൽ പോയി ഇടിച്ച് സ്വയം തകരും. അങ്ങനെ ആ അവസാനത്തെ 25 മിനിറ്റ് യാത്രയിൽ ചന്ദ്രൻ്റെ നേർത്ത അന്തരീക്ഷത്തിലുള്ള ഘടകങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അത് ഭയങ്കരമായ റിസ്ക് കൂടിയൊരു കളിയായിരുന്നു. ഇവിടെയാണ് ISRO ഒരു കിടിലം നയം പ്രയോഗിച്ചത്. അവർ മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ ഏജൻസികളോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ പേടകത്തിൽ കുറച്ച് സ്ഥലം ബാക്കിയുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപകരണങ്ങൾ സൗജന്യമായി ഞങ്ങൾ ചന്ദ്രനിലേക്ക് എത്തിക്കാം. പക്ഷേ ഇതൊരു ഗംഭീരമായ നീക്കമായിരുന്നു. അങ്ങനെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ബൾഗേറിയയുടെയും ഒക്കെ തന്നെ ഉപകരണങ്ങൾ ചന്ദ്രയാൻ്റെ ഭാഗമായി. അവർക്കാണെങ്കിൽ വെറുതെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാനും പറ്റി. നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ ഗവേഷണ ഉപകരണങ്ങൾ നമ്മുടെ പേടകത്തിൽ കയറ്റിയതോടെ അവരുടെ ഉപകരണത്തിൻ്റെ ഡാറ്റയും നമുക്ക് കിട്ടുമെന്നുമായി. കൂട്ടത്തിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ 2 ഉപകരണങ്ങളാണ് ചന്ദ്രയാൻ 1 ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് മിനിസാർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. ചന്ദ്രൻ്റെ ധ്രുവപ്രദേശങ്ങളിലും അവിടെയുള്ള ഇരുണ്ട ഗർത്തങ്ങളിലുമൊക്കെ തന്നെ മഞ്ഞുകട്ടകളുണ്ടോ എന്ന് കണ്ടെത്താനുള്ളൊരു റഡാർ. രണ്ടാമത്തേതാണ് MCube എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഉപകരണം, മൂൺ മിനറോളജി മാപ്പർ. അതായത് ചന്ദ്രനിലെ ധാതുക്കളെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കാൻ കഴിവുള്ള ഒരു അത്യാധുനികമായിട്ടുള്ള സ്പെക്ട്രോമീറ്റർ. സോ ഈ MCube എന്ന് പറയുന്ന പേര് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. കാരണം നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഈ ഒരു ഉപകരണമാണ് കൊണ്ടുവരാൻ പോകുന്നത്. അതും നാസ തന്ന ഒരു അതിഥിയാണ് എന്നുള്ളത്. അങ്ങനെ 2008 ഒക്ടോബർ 22 ഇന്ത്യയുടെ സ്വന്തം PSLV C-11 റോക്കറ്റ് നമ്മുടെ ചന്ദ്രയാനെയും വഹിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആകാശത്തേക്ക് വൻതോതിലുള്ള ശബ്ദവും പുകയുമൊക്കെ പുറത്തുവിട്ടുകൊണ്ട് കുതിച്ചുയർന്നു. വിക്ഷേപണം 100% വിജയം. സോ അതായിരുന്നു ഏറ്റവും വലിയ കടമ്പ. പക്ഷേ ആ യാത്ര നമ്മൾ വിജയിച്ചതോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ ചന്ദ്രനിലേക്ക് പോകുന്നതിന് പകരം ഇന്ധനം ലാഭിക്കാൻ വേണ്ടി വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു വഴിയാണ് ISRO ആ സമയത്ത് തിരഞ്ഞെടുത്തത്. കുറേ ദിവസങ്ങളെടുത്ത് ഭൂമിക്ക് ചുറ്റും ഭ്രമണപഥം ഘട്ടം ഘട്ടമായി വലുതാക്കി ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഈ പേടകം പിന്നീട് ചന്ദ്രൻ്റെ ആകർഷണ വലയത്തിലേക്ക് എത്തിച്ചേരും. എന്നിട്ട് അവിടെയും തിരിച്ച് റിവേഴ്സ് ചെയ്തുകൊണ്ട് പതുക്കെ 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 ചന്ദ്രൻ്റെ അടുത്തേക്ക് പോകും. സോ അതൊരു സിനിമാ കഥ പോലെയുള്ള നിമിഷങ്ങളാണ്. ഓരോ തവണ ഓർബിറ്റർ ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും ഒക്കെ തന്നെ അത് വലിയ വാർത്തയായി. ISROയുടെ ഗവേഷകർക്ക് ഊണും ഉറക്കവും ഇല്ലാത്ത നിമിഷമായിരുന്നു. 2008 നവംബർ 8 ചന്ദ്രൻ്റെ തൊട്ടടുത്ത് എത്തിയപ്പോൾ പേടകത്തിൻ്റെ എൻജിൻ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിപരീത ദിശയിൽ ജ്വലിച്ചു. അങ്ങനെ അതിൻ്റെ വേഗത കുറച്ച് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആറ്റുമാറ്റി. 1 സെക്കൻഡ് പിഴച്ചാൽ ഒന്നുകിൽ ചന്ദ്രനിൽ പോയി ഇടിക്കും, അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് എന്നേക്കുമായിട്ട് തെറിച്ചു പോകും. പക്ഷേ ISROയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ വിജയകരമായിട്ട് എത്തിച്ചേർന്ന് ചരിത്രം കുറിച്ചു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പേടകത്തിൻ്റെ ക്യാമറകൾ അത്ഭുതകരമായിട്ടുള്ള ചിത്രങ്ങൾ ചന്ദ്രനെക്കുറിച്ച് നമുക്കിങ്ങനെ കാണിച്ചു തരാനായിട്ട് തുടങ്ങി. അതിമനോഹരമായ 3D ചിത്രങ്ങൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ഗവേഷകരുടെ കമ്പ്യൂട്ടറിൽ ലോഡായിക്കൊണ്ടിരുന്നു. പിന്നീടാണ് ആ ദിവസം എത്തിയത്. 2008 നവംബർ 14 സാക്ഷാത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. അന്ന് ചന്ദ്രയാനിൽ നിന്നൊരു ചെറിയ വെട്ടി മൂൺ ഇമ്പാക്റ്റ് പ്രോബ് വേർപെടുകയും 25 മിനിറ്റ് അത് സഞ്ചരിച്ച് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി കുതിക്കുകയും ചെയ്തു. അങ്ങനെ അവസാനത്തെ നിമിഷങ്ങളിൽ ആ കുഞ്ഞൻ പ്രോബ് ഒരു സിഗ്നൽ ഓർബിറ്ററിലേക്ക് അയച്ചുകൊണ്ട് ഒടുവിൽ ചെന്ന് അവിടെ ഇടിക്കുകയും ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആലേഖനം ചെയ്ത ആ പേടകം ചന്ദ്രനിൽ ചെന്നിടിച്ച് ചിന്നിച്ചിതറുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ സാന്നിധ്യം ചന്ദ്രനിൽ പതിഞ്ഞു. പക്ഷേ ആ ഒരു അവസാനത്തെ സന്ദേശത്തിൽ ശാസ്ത്രജ്ഞരെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ചന്ദ്രൻ്റെ അന്തരീക്ഷത്തിൽ ജലത്തിൻ്റെ തന്മാത്രകളുണ്ട്, H2O. ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്നുള്ള നേരിട്ടുള്ള ആദ്യത്തെ സൂചനയാണ് ഇന്ത്യയുടെ ആ ഒരു ഓർബിറ്ററും അതിൻ്റെ പേടകവും തന്നത്. പക്ഷേ ചെറിയ സൂചന മാത്രം പോരല്ലോ നമ്മുടെ സയൻസിന്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം, അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച അതിഥി കടന്നു വരുന്നത്. നാസയുടെ MCube എന്ന ഉപകരണം ഒരു ഹീറോ ആയിട്ട് തന്നെ രംഗപ്രവേശനം ചെയ്തു. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് രുചിച്ചു നോക്കിയപ്പോൾ M3 ചെയ്തത് മറ്റൊന്നാണ്. ചന്ദ്രോപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ചു വരുന്ന സൂര്യരശ്മികളെ ഉപയോഗിച്ച് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ വസ്തുവിലും സൂര്യപ്രകാശത്തിലെ ചില നിറങ്ങൾ എങ്ങനെയാണ് വലിച്ചെടുക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി. അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. നമുക്കറിയാം, സ്പെക്ട്രോമീറ്റർ പ്രവർത്തിക്കുമ്പോൾ അത് സൂര്യപ്രകാശം അല്ലെങ്കിൽ ഏത് പ്രകാശവും കടന്നു പോകുന്ന സ്ഥലത്തുള്ള വസ്തുക്കൾ കുറച്ച് എനർജി അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയായിരിക്കും പുറത്തു വിടുക. സോ അതൊരു ഫിംഗർ പ്രിൻറ്റ് പോലെയാണ്. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ഈ ഫിംഗർ പ്രിൻറ്റുകളെയാണ് പരിശോധിച്ചത്. അതായത് അതിൽ തട്ടി തിരിച്ച് ഈ ഒരു സെൻസറിൽ വരുന്ന പ്രകാശത്തെ പഠിച്ചു. അത് കണ്ടെത്തിയ കാര്യം സത്യത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ വളരെ ചെറിയ അളവിലാണെങ്കിൽ പോലും വെള്ളത്തിൻ്റെ അംശമുണ്ട്.
ധ്രുവങ്ങളിലെ തണുത്തുറഞ്ഞ ഗർത്തങ്ങളിൽ മാത്രമല്ല, സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും H2Oയുടെ സാന്നിധ്യം. പതിറ്റാണ്ടുകളായി ലോകം വിശ്വസിച്ചിരുന്ന ചന്ദ്രൻ വരണ്ടുണങ്ങി വെള്ളമില്ലാത്തൊരു സ്ഥലമാണെന്നുള്ള സിദ്ധാന്തം അങ്ങനെ പൊളിഞ്ഞു വീണു. എന്നാൽ ഈ കണ്ടുപിടുത്തം അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ മാസങ്ങളോളം ഈ ഒരു വിവരം പുറത്തുവിടാതെ ISROയും നാസയും വീണ്ടും അത് പഠിച്ച് ഉറപ്പുവരുത്തി. ഒടുവിൽ 2009 സെപ്റ്റംബർ 24 ലോക പ്രശസ്തമായ സയൻസ് മാഗസിനിലൂടെ ആ വാർത്ത പുറത്തു വന്നു. ലോകം മുഴുവൻ അമ്പരന്നു. ഇന്ത്യയുടെ ചെറിയ ബഡ്ജറ്റിലുള്ളൊരു ദൗത്യം ചന്ദ്രൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നിൻ്റെ ചുരുളഴിച്ചിരിക്കുന്നു. എന്നാൽ കഥയുടെ ഏറ്റവും സാഡായിട്ടുള്ള ഭാഗമാണ് ഇനി കടന്നു വരുന്നത്. ലോകം മുഴുവൻ ഈ വിജയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ചാന്ദ്രയാൻ അതിൻ്റെ ജീവന് വേണ്ടിയുള്ളൊരു മരണവെപ്രാളത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ വലിയ കണ്ടുപിടുത്തം പുറത്തുവിടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പേടകത്തിൻ്റെ പ്രശ്നങ്ങൾ ISRO ഗവേഷകർ തിരിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ സ്റ്റാർ സെൻസർ എന്ന് പറയുന്ന ഒരു ഉപകരണം നിർഭാഗ്യവശാൽ പ്രവർത്തനരഹിതമായി. ബഹിരാകാശത്ത് വഴി കണ്ടുപിടിക്കാനുള്ള ഒരുതരം GPS ആയിരുന്നു അത്. ഇത് കേടായതോടെ പേടകത്തിന് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുപക്ഷെ ചന്ദ്രനിലെ കഠിനമായ റേഡിയേഷൻ കാരണമായിരിക്കും ഇത് സംഭവിച്ചത്. എന്നാൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ആ ദൗത്യം ഔദ്യോഗികമായി അവസാനിക്കും. പക്ഷേ ISROയിലെ ഗവേഷകരും എഞ്ചിനീയർമാരും മറ്റൊരു കഴിവ് പുറത്തെടുത്തു. അവർ പേടകത്തിലുള്ള മറ്റു ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കണക്ക് കൂട്ടലുകളിലൂടെ പേടകത്തിൻ്റെ ദിശ നിയന്ത്രിക്കാൻ തുടങ്ങി. ഏതൊരു പ്രതിസന്ധിയെയും എങ്ങനെ അവസരമാക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ തെളിഞ്ഞു വന്നു. പക്ഷേ അതൊരു താൽക്കാലിക പരിഹാരം മാത്രമായിരുന്നു കേട്ടോ. യഥാർത്ഥ വില്ലൻ മറ്റൊന്നായിരുന്നു: ചൂട്. ചന്ദ്രന് ചുറ്റുമുള്ള അതികഠിനമായ ചൂടും തണുപ്പും താങ്ങാനുള്ള ശേഷി പേടകത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് കുറവായിരുന്നു. പേടകത്തിലെ പവർ സപ്ലൈ യൂണിറ്റ് പോലെയുള്ള പ്രധാന ഭാഗങ്ങൾ പതിയെ ചൂടായി പ്രവർത്തനരഹിതമാകാനായിട്ട് തുടങ്ങി. ഒടുവിൽ 2009 ആഗസ്റ്റ് 29 പേടകവുമായിട്ടുള്ള എല്ലാ ബന്ധവും നമുക്ക് ഒഫീഷ്യലായിട്ട് നഷ്ടമായി. പ്രതീക്ഷിച്ച 2 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് 312 ദിവസത്തെ സേവനത്തിന് ശേഷം ചാന്ദ്രയാൻ 1 അതിൻ്റെ ദൗത്യം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ചോദ്യം ഇതാണ്: നമ്മുടെ ദൗത്യം വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ദൗത്യം പൂർത്തിയാക്കിയില്ല എന്നതുകൊണ്ട് ഇതൊരു പരാജയമാണെന്ന് വാദിക്കാം. പക്ഷേ ലക്ഷ്യമിട്ട കാര്യങ്ങളുടെ 95% കാര്യങ്ങളും നമ്മൾ നേടിയെടുത്തു. അതിലുപരി നമ്മൾ പ്ലാൻ ചെയ്യാത്ത പല ചരിത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തവും നടത്തി. അപ്പോൾ ദൗത്യം പൂർത്തിയാക്കിയില്ല എന്നുള്ളത് ചെറിയൊരു അടിക്കുറിപ്പ് മാത്രമാണ്. എന്നാൽ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തി എന്നതാണ് യഥാർത്ഥ റിയൽ തലക്കെട്ട്. ആ ഒരു കണ്ടുപിടുത്തം മാത്രം മതി ചാന്ദ്രയാൻ 1 എന്ന ദൗത്യത്തിൻ്റെ പേര് ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ. പാവപ്പെട്ട രാജ്യത്തിന് ഇതാണോ ആവശ്യം എന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയായിരുന്നു ആ വിജയം. ചാന്ദ്രയാന് വേണ്ടി ചിലവാക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള അറിവും അന്താരാഷ്ട്ര തലത്തിലുള്ള അംഗീകാരവും രാജ്യത്തെ യുവതലമുറയ്ക്ക് പ്രചോദനവുമാകുന്ന രീതിയിലാണ് ദൗത്യം നമ്മൾ പൂർത്തിയാക്കിയെടുത്തത്. ചാന്ദ്രയാൻ 1 സത്യത്തിൽ ഒരു അവസാനമായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ ആത്മവിശ്വാസവും സാങ്കേതിക ജ്ഞാനവുമാണ് പിന്നീട് ചൊവ്വയിലേക്ക് മംഗൾയാൻ അയക്കാനായിട്ട് ഇന്ത്യക്ക് ധൈര്യം നൽകിയത്. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം മാറിയപ്പോൾ അതിൻ്റെ അടിത്തറ പാകിയത് സത്യത്തിൽ ചാന്ദ്രയാൻ 1 ആയിരുന്നു. ഈ ഒരു ദൗത്യം കണ്ടെത്തി ജലത്തിൻ്റെ കഥ തുടരാനാണ് ചാന്ദ്രയാൻ 2 പോയത്. എന്നാൽ നിർഭാഗ്യവശാൽ അതിൻ്റെ ലാൻഡർ അവസാന നിമിഷം പണിപാടി തകർന്നു പോയെങ്കിലും ആ പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് ചാന്ദ്രയാൻ 3 വിജയകരമായിട്ട് അവിടെ എത്തിച്ചത്. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യയുടെ പതാക പാറുമ്പോൾ 15 വർഷം മുമ്പ് തുടങ്ങിയ ഒരു യാത്രയുടെ വിജയകരമായിട്ടുള്ള പൂർത്തീകരണമായിരുന്നു അന്ന് സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ചാന്ദ്രയാൻ 1 അതിൻ്റെ ലക്ഷ്യങ്ങളെ മറികടന്നൊരു ദൗത്യമായിരുന്നു. കുറഞ്ഞ ചിലവിലുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, മികച്ച ഡിപ്ലോമാറ്റിക് ഹാൻഡ്ലിങ്ങുകൾ, പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള കഴിവ് എന്നിവയെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠപുസ്തകമാണത്. അത് വെള്ളം മാത്രമല്ല കണ്ടെത്തിയത്, ഒരു രാജ്യത്തെ മുഴുവൻ പുതിയൊരു ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു. അത് ചന്ദ്രനിലേക്ക് പോവുക മാത്രമല്ല ചെയ്തത്, അത് ചന്ദ്രനെയും ബഹിരാകാശ സ്വപ്നങ്ങളെയും ഇന്ത്യയുടെ കയ്യെത്തും ദൂരത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കാൻ നമ്മളെ സഹായിച്ചു. സോ ഓർക്കുക, ബഹിരാകാശത്തൊരു അതിരുണ്ട്, പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ഒരുപാട് നേട്ടങ്ങൾ നേടുന്നത്. ഇതുപോലെയുള്ള കേസ് സ്റ്റഡീസ്, അതായത് ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസ് സ്റ്റഡീസുമായിട്ട് നമുക്കിനിയും കാണേണ്ടതുണ്ട്. മംഗൾയാൻ്റെ പൂർണ്ണമായ കഥ ചിലപ്പോൾ നിങ്ങൾ സിനിമയെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെയുള്ള മറ്റു മിഷനുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട്, ഒരു കോഴ്സ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എങ്ങനെ കോൺഫിഡൻ്റായിട്ട് ഏത് സാഹചര്യത്തിലും സംസാരിക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നൊരു കോഴ്സ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ലഭ്യമാക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. ചെക്കൗട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ